വീരാൻകുട്ടി മുസ്ലിയാരെ കുറിച്ച് നന്മകളെ പറയാനുള്ളൂ പരിചയപ്പെട്ടവർക്ക്. കാരണം നമ്മളൊക്കെ അദ്ദേഹത്തെ അറിയുന്നതും കേൾക്കുന്നവരും അദ്ദേഹം ഒരു മുസ്ലിയാരായ ശേഷമാണ്. നല്ല ആദർശ ദൃഢത അവർക്കുണ്ട്, വിശ്വാസദാർഢ്യം അവർക്കുണ്ട്, തൻ്റെ നിലപാടുകളിലുള്ള ഉറച്ച ശരിയായ കാലുറപ്പ് അദ്ദേഹത്തിനുണ്ട്, അത്തരം ആശയങ്ങൾ പറയാനുള്ള നെഞ്ചുറപ്പം അദ്ദേഹത്തിനുണ്ട്. എല്ലാം ഉണ്ടായാലും അതൊക്കെ നിർവഹിക്കുകയും നടത്തുകയും ചെയ്യുമ്പോഴും മറ്റുള്ളവരുടെ നന്മകൾ പറയാനും മറ്റുള്ളവരുടെ ഗുണങ്ങൾ പറയാനും അദ്ദേഹത്തിന് 100 നാവുകളാണെന്ന് പറയാറ്. അത് താഴ്ന്നവരായാലും ഉയർന്നവരായാലും അതൊരു വലിയ ഗുണമാണല്ലോ. എല്ലാവർക്കും സാധ്യമാവുന്ന ഒരു ഗുണമല്ല അത്, എല്ലാവർക്കും കിട്ടുന്നൊരു ഗുണമല്ല. അദ്ദേഹത്തെക്കാൾ എത്രയോ പ്രായം കുറഞ്ഞവരോ സ്ഥാനം കുറഞ്ഞവരോ ആണെങ്കിലും വാഴ്ത്തേണ്ട സംഗതിയാണെങ്കിലും വാഴ്ത്തേണ്ട ഇടമാണെങ്കിലും അദ്ദേഹത്തിന് വാഴ്ത്താൻ ഒരു ലുബ്ധമില്ല. ശരിയായ രീതിയിൽ തന്നെ വാഴ്ത്തും. എന്നൊക്കെ തന്നെ മൗലാന എന്നൊക്കെ വിളിച്ച് വാഴ്ത്തും. ചിലപ്പോൾ മൂപ്പര് തമ്മിലൊരു 5-8 വയസ്സിൻ്റെ ഒക്കെ മാറ്റമുണ്ട്, ഒരു അത്രയൊക്കെ മാറ്റമുണ്ടാവും, ഒരു 10 വയസ്സിൻ്റെ ഒക്കെ മാറ്റം ഉണ്ടാവും, ഞാൻ അതിലപ്പുറം ഉണ്ടാവും ചിലപ്പോൾ. മാറ്റമുണ്ടെങ്കിലും അങ്ങനെ ഒരു രീതിയാണ് അദ്ദേഹത്തിൻ്റെ രീതി. ഉയർന്നവരെ പറയാൻ പിന്നെ ഏതായാലും ഇല്ല. മറ്റുള്ളവരങ്ങനെ വെറുതെ വ്യക്തിപരമായി കുറ്റം പറയുന്നത് അദ്ദേഹത്തിന് ഇഷ്ടവുമല്ല. അങ്ങനെ ഉണ്ടല്ലോ സംഘടനാ യോഗങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യക്തിപരമായി പറഞ്ഞുകൊണ്ടും പ്രസംഗിച്ചുകൊണ്ടുള്ള ഇതൊക്കെ അദ്ദേഹം കേൾക്കും. നേരെ പോയി കേൾക്കാൻ പറ്റാത്ത കാലത്ത് അദ്ദേഹം ഇപ്പോൾ ഈ കുട്ടികൾ പിടിക്കണമാതിരി ഫോണിൽ എടുത്തിട്ട് മൂപ്പര് കേൾക്കും. സാധാരണ കുട്ടികളെ മാതിരി തന്നെ മൂപ്പര് ഫോണ് തമ്മിൽ ഉപയോഗം മൂപ്പർക്ക്, വാട്സാപ്പും കാര്യങ്ങളൊക്കെ. നമ്മളറിയാത്ത വിവരങ്ങളൊക്കെ മൂപ്പര് തരും, മൂപ്പരെടുത്ത് ആ വിവരങ്ങളൊക്കെ ഉണ്ടാവും. വലിയ സമ്മേളനമൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ ആ പരിപാടികൾ ലൈവായി നടക്കുമ്പോൾ അദ്ദേഹം അത് കേൾക്കന്നെ കിട്ടുമെങ്കിൽ അങ്ങനെ കേൾക്കുമ്പോൾ വ്യക്തിപരമായിട്ട് ആരെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പരാമർശിക്കുന്നതും വ്യക്തി വിദ്വേഷം പ്രസരിപ്പിക്കുന്നതും ആ തരത്തിൽ എന്തെങ്കിലും മുഴക്കുന്നതുമൊന്നും അദ്ദേഹത്തിന് തീരെ കേട്ടുകൂടാ. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രകൃതിപരമായ സ്വഭാവം തന്നെയാണ് ഈ നന്മ. പുകഴ്ത്തേണ്ടവരെ പുകഴ്ത്തുക, വെറുതെ ആളുകളെ ഇകഴ്ത്താതിരിക്കുക, വെറുതെ വ്യക്തിപരമായിട്ട് കുറ്റപ്പെടുത്താതിരിക്കുക, ഇത് അദ്ദേഹത്തിന്റെ രീതിയാണ്.